വെള്ളാപ്പള്ളി നടേശന് ഹിന്ദു ഐക്യവേദിയുടെ പിന്തുണ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ മാത്രമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. മലപ്പുറം ജില്ലയിൽ ഹിന്ദു സമൂഹം നേരിടുന്നത് കടുത്ത അവഗണനയും വെല്ലുവിളികളുമാണ്. ഹിന്ദുക്കളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണമെന്നും ശശികല ടീച്ചർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് അടക്കം വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ച് വ്യാപകമായി പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദി നിലപാടുമായി രംഗത്ത് വന്നത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യം. വെള്ളാപ്പള്ളി പറഞ്ഞതിനും അപ്പുറമുള്ള വിവേചനം മലപ്പുറത്ത് ഹിന്ദുക്കൾ നേരിടുന്നുണ്ട്. ഹൈന്ദവ സമൂഹത്തിന്റെ അവിഭാജ്യമായ ഭാഗമായ SNDP, അതിന്റെ ആരാധ്യനായ നേതാവ് സത്യം പറഞ്ഞതിന്റെ പേരിൽ ആരും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ശക്തമായ പിന്തുണയുമായി ഹിന്ദു ഐക്യവേദി ഇന്ന് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് ഇത്തരത്തിൽ ശക്തമായ ഒരു പിന്തുണ കൊടുക്കുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഒരു സമുദായ സംഘടനയുടെ നേതാവാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. സത്യം ആര് പറഞ്ഞാലും അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ സച്ചാർ കമ്മീഷനും പാലോളി കമ്മീഷനും ഒക്കെയുണ്ട്. ഹിന്ദുക്കളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാനും കമ്മീഷനെ സർക്കാർ നിയോഗിക്കണം. അതായത് ഒരു പഠനം ഇപ്പൊ നമുക്കറിയാം, സച്ചാർ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, അതുമല്ലെങ്കിൽ കേരളത്തിൽ പാലോളി കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മതത്തിന്റെ പിന്നോക്കാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയാണ്. സച്ചാർ കമ്മീഷൻ ശരിയാണ് എങ്കിൽ, പാലോളി കമ്മീഷൻ ശരിയാണ് എങ്കിൽ, ലഹളയെ അതിജീവിച്ച മലപ്പുറത്തിന്റെ മണ്ണിൽ ഇന്ന് ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്, ആ ലഹളയെ ഏറ്റവും ഇരയാക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നതിനെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കുകയും. മലപ്പുറം ജില്ലയിൽ എല്ലാ മേഖലയിലും ഹിന്ദു സമൂഹം പിന്നോക്കാവസ്ഥയിലാണ്. എന്തുകൊണ്ട് SNDPക്കും NSSനും ഇവിടെ കോളേജുകൾ അനുവദിക്കുന്നില്ല? സാമൂഹ്യനീതി പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ് ഇവിടെ. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ കണക്കുകളെ പറ്റിയാണ് പറഞ്ഞത്. അത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി വെറുതെ പിടിക്കുകയും ഇവിടെ മുസ്ലിം ലീഗ് ചെയ്യേണ്ടിയിരുന്നത് വെള്ളാപ്പള്ളിയെ പോലെ ആരാധ്യനായ ഒരാളുടെ കോലം കത്തിച്ചു അദ്ദേഹത്തിനെതിരെ വലിയ ബഹളം ഉണ്ടാക്കി. അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്നതല്ലേ പറയേണ്ടിയിരുന്നത്. ദീർഘകാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗ് അല്ലേ കേരളത്തിൽ? ആ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം വടിയും പൊടിയും തീയും എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടിയിരുന്നത് ആ പറഞ്ഞതിൽ വാസ്തവമുണ്ട്. മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതിൽ ഒരു വലിയ അപാകത സംഭവിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ കണക്ക് കൃത്യമാണ്. NSSന് ഒരു കോളേജ് അനുവദിച്ചതൊഴിച്ചാൽ മറ്റ് ഹൈന്ദവ സമൂഹത്തിനൊന്നും ഇവിടെ എയ്ഡഡ് കോളേജുകൾ അനുവദിച്ചിട്ടില്ല എന്നത്. എയ്ഡഡ് വിദ്യാലയങ്ങളുടെ കാര്യം പറഞ്ഞാലും ഇത് ശരിയാണ്. മുസ്ലിം സമൂഹം ഇരട്ട സംവരണം അനുഭവിക്കുന്നു. ഭരണഘടനാപരമായി ഇത് തെറ്റാണ്. ഇക്കാര്യം നിയമപരമായി നേരിടും. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ചില വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മതസംവരണം ഇന്ത്യൻ ഭരണഘടന നാളിതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ കൃത്യമായ ഒരു പഠനവും നടത്താതെ കേരളത്തിൽ ഇരട്ട സംവരണം സർക്കാർ ജോലികളിലും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുസ്ലിം സമൂഹം ഇരട്ട സംവരണം അനുഭവിക്കുന്നു. മലപ്പുറം ജില്ലയിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ പോലും സ്ഥാപിക്കാനാകാത്തത് എന്തുകൊണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കേളപ്പന് ഒരു സ്മാരകം നിർമ്മിക്കാത്തത് എന്തെന്നും വ്യക്തമാണ്. ഇക്കാര്യങ്ങളെല്ലാം പകൽ പോലെ വ്യക്തം. ഇക്കാര്യങ്ങൾ കൊണ്ട് മലപ്പുറം വേറൊരു രാജ്യം പോലെ എന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്നും ശശികല ടീച്ചർ പറഞ്ഞു. ജനം, മലപ്പുറം.